ഈ CPM-നെ പുകഴ്ത്തിയ വെള്ളാപ്പള്ളി CPI-ക്കെതിരെ ഉന്നയിച്ചത് അതിരൂക്ഷ വിമർശനമാണ് കേട്ടോ. ചതിയൻ ചന്തു എന്നാണ് വെള്ളാപ്പള്ളി CPI വിശേഷിപ്പിച്ചത്. പക്ഷേ ആ പ്രയോഗം 1000 തവണ ചേരുക വെള്ളാപ്പള്ളിക്ക് തന്നെയാണെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തിരിച്ചടിച്ചത്. LDF സർക്കാരിന് മാർക്കിടാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. എല്ലാം ഉണ്ട്, അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടറെ നിങ്ങൾ LDF ഗവൺമെന്റിലെ പ്രവർത്തനങ്ങൾക്കും LDFിലെ പാർട്ടികൾക്കും മാർക്കിടാൻ വേണ്ടിയുള്ള ചുമതലയൊന്നും ആരും വെള്ളാപ്പള്ളി ഏൽപ്പിക്കാനും പോകുന്നില്ല. വെള്ളാപ്പള്ളിയല്ല LDF, വെള്ളാപ്പള്ളി ആകാൻ പാടില്ല LDF, ഉറപ്പാണ്. CP പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, വെള്ളാപ്പള്ളി ഇന്നാകെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെ എന്ന് പറയുന്ന ഒരു കലിപ്പ് മൂഡിലായിരുന്നു. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ അതൊക്കെ ചേർത്ത് പിടിച്ചത്, ആ ബന്ധമൊക്കെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നൊരു വിലയിരുത്തൽ ഉണ്ടോ എന്ന് ചോദിച്ചതേ ഓർമ്മയുള്ളൂ. അതിനുശേഷം എല്ലാവരെയും കടിച്ചു കീറുന്ന അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. CPI-യുടെ തലയ്ക്ക് കയറുന്നത് കണ്ടു. ചതിക്കുന്ന ചന്തു എന്നൊക്കെയുള്ള പ്രയോഗമാണ് പറഞ്ഞത്. ചതിയൻ ചന്തു എന്ന പ്രയോഗമൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ CPI-യുടെ നിലപാട് അത് കൃത്യമാണല്ലേ? ഉറപ്പായും വിനീത, നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറെ കാലമായി വെള്ളാപ്പള്ളി നടേശനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കുന്ന അടുപ്പം CPI-ക്ക് അത്ര ഇഷ്ടമല്ല എന്നുള്ളതാണ്. പരസ്യമായി തന്നെ CPI അക്കാര്യം പറയാറുമുണ്ട്. ഇന്നിപ്പോൾ ഉണ്ടായതും അതുതന്നെയാണ്. CPI ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റില്ല എന്നുള്ളത് തന്നെയാണ് ബിനോയ് വിശ്വം പറഞ്ഞിട്ടുള്ള നിലപാട്. മാത്രവുമല്ല വിനീത, ഈ വെള്ളാപ്പള്ളിയെ ഇങ്ങനെ ഒരു പ്രശ്നത്തിലാക്കാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ ഇത്ര വലിയ പ്രകോപനം സൃഷ്ടിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് CPI-യുടെ പ്രധാനപ്പെട്ട വിലയിരുത്തലുകളിൽ ഒന്ന്, അത് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ചത് വലിയ തോതിൽ ന്യൂനപക്ഷം ഇടതുപക്ഷത്തിൽ നിന്ന് അകലാൻ കാരണമായി എന്ന വിലയിരുത്തൽ ഉണ്ടായതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ശബരിമല വിഷയവും ഒപ്പം വെള്ളാപ്പള്ളി നടേശനോട് മുഖ്യമന്ത്രി പുലർത്തുന്ന ഈ രീതിയിലുള്ള സൗഹൃദവും വലിയ തോതിൽ CPI വിമർശിക്കുന്നുണ്ട്. അത് പാർട്ടിയുടെ അകത്തായാലും പുറത്തായാലും. അതുകൊണ്ട് തന്നെ CPI-ക്കെതിരെ വലിയ വിമർശനമാണ് എപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുകയും ചെയ്യുന്നത്. ഇന്നത്തെ സാഹചര്യത്തിലും അത് തന്നെയായിരുന്നു അവസ്ഥ. പക്ഷേ ബിനോയ് വിശ്വം ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. തിരിച്ചും അതേ ഭാഷയിൽ അല്ലെങ്കിൽ പോലും തിരിച്ചും നല്ല അടി തന്നെയാണ് ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും ബിനോയ് വിശ്വവും വെള്ളാപ്പള്ളി നടേശനും നേർക്കുനേർ നിൽക്കുന്നു. CPIM നേതൃത്വമോ മുഖ്യമന്ത്രിയോ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ പോലും മുന്നണിയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷി എന്ന നിലയിൽ CPI പക്ഷേ അവരുടെ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിലപാട് തന്നെയാണ് വിനീത. ശരി, ഏതായാലും ചതിയൻ ചന്തു എന്നൊക്കെ CPI-യെ വിളിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശന. പറഞ്ഞതൊന്ന് കേൾക്കാം. എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ നിന്നിട്ട് കൂടെ നിന്ന് ചവിട്ടാൻ അതാണ് ചതിയൻ ചന്തുമാരാണ്. ബ്രൂട്ടോസ് നീയുമോ എന്ന് ചോദിക്കേണ്ടി വരുന്നു. പറയേണ്ടതെല്ലാം അകത്ത് പറയണം, പുറത്തല്ല പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഈ മുഹൂർത്തത്തിൽ ഇതുപോലുള്ള സംവാദങ്ങളാണോ ഒരു ഐക്യത്തിന് നല്ലത്? ഒരിക്കലും നല്ലതല്ല. എന്തായാലും ബിനോയ് വിശ്വത്തിന്റെ മറുപടിയും കൊള്ളാം. ആ പ്രയോഗം 1000 തവണ ചേരുക വെള്ളാപ്പള്ളിക്കാണ് എന്നാണ് ബിനോയ് വിശ്വം തിരിച്ചടിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ വാക്പോര് തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം CPI കൃത്യമായ നിലപാടെടുക്കുന്നു. ഇന്ന് ബിനോയ് വിശ്വം പറഞ്ഞത് വെള്ളാപ്പള്ളിയെ കണ്ടാൽ ഞാൻ ചിരിക്കും, കൈ കൊടുക്കും, പക്ഷെ കാറിൽ കയറ്റില്ല കേട്ടോ, അതൊരു കുത്തല്ലേ ആയിരിക്കും.